ഇത്തവണ യു.ഡി.എഫിന് ഇടുക്കിയിൽ സമ്പൂർണ്ണ വിജയമുണ്ടാവുന്ന വലിയ വിജയമുണ്ടാവുന്ന പ്രതീക്ഷയിലാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. ജോയ്സ് ജോർജ് എൽ.ഡി.എഫ് സ്വതന്ത്രനായ ജോയ്സ് ജോർജിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് ഡീൻ കുര്യാക്കോസ് ഉള്ളത്. ഇടുക്കിയിലും പി.ജെ. ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രചാരണ പരിപാടിയായിരിക്കും നടക്കുന്നത് എന്ന് പി.ജെ. ജോസഫിനെ സന്ദർശിച്ചതിന് ശേഷം ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. എന്തായാലും ഡീൻ കുര്യാക്കോസ് പ്രചരണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ജോയ്സ് ജോർജ് നേരത്തെ തന്നെ പ്രചരണമെല്ലാം ആരംഭിച്ചത് കൊണ്ട് തന്നെ ഒരു പിടി മുന്നിലാണ്. അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഇടുക്കിയിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയും കളത്തിലെത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം കൊമ്പുകോർത്തവർ തന്നെയാണ് ഇത്തവണയും രംഗത്ത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിന് മണ്ഡലത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വൻ വരവേൽപ്പാണ് നൽകിയത്. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇത്തവണ വിജയം സുനിശ്ചിതമെന്ന് ഡീൻ കുര്യാക്കോസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫിനെ വീട്ടിൽ സന്ദർശിച്ച ശേഷമായിരുന്നു ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പിലെ വിജയം യു.ഡി.എഫിന് അനുകൂലമാകും എന്ന് കാണുന്നതിന്റെ അടിസ്ഥാനമായി എന്റെ ഒരു വിലയിരുത്തൽ ശരിയായ രാഷ്ട്രീയം ഐക്യജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്ന് ഇടുക്കിയിലെ ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയശേഷവും ഡീൻ മണ്ഡലത്തിൽ സജീവമായിരുന്നുവെന്നും ഇത്തവണ വിജയം കൈപ്പിടിയിൽ ഒതുക്കുമെന്നും പി.ജെ. ജോസഫ് പറഞ്ഞു. ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ഡീൻ കുര്യാക്കോസ് ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുവാൻ ഒറ്റക്കെട്ടായി യു.ഡി.എഫ് ഉണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നതാണെന്ന് അറിയിക്കുന്നു. എന്നാൽ പ്രചാരണ പരിപാടികളിൽ ബഹുദൂരം മുമ്പിലെത്തിയ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രചരണത്തിന്റെ അവസാന ദിനങ്ങളിലാണ്. പ്രളയവും കസ്തൂരിരംഗനും ദേശീയ സംസ്ഥാന രാഷ്ട്രീയവും സജീവ ചർച്ചകളാകുമ്പോൾ ഇരു സ്ഥാനാർത്ഥികളും ആത്മവിശ്വാസത്തിൽ തന്നെ. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ വേനൽ ചൂടിനൊപ്പം പ്രചാരണ ചൂടും ഇടുക്കിയിൽ കൊഴുക്കുകയാണ്. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലുമായി ഇനി തീപാറും പോരാട്ട ദിനങ്ങൾ. ക്യാമറ പേഴ്സൺ വിൽസൺ കടലിക്കൊപ്പം ആൽവിൻ തോമസ്, മീഡിയ 1, ഇടുക്കി.